ഇടുക്കിയിൽ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. ബൈസൺ വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് രവത്ത് പറമ്പിൽ രാജിവെച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതും ജില്ലാ നേതൃത്വവുമായിട്ടുള്ള അസംതൃപ്തിയുമാണ്, വിഭാഗീയതയുമാണ് രാജിക്ക് കാരണമായിട്ടുള്ളത്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, പ്രധാനപ്പെട്ട നേതാവാണോ ഇപ്പോൾ ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്? നേതാക്കൾ നേരത്തെ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ? എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? പ്രജീഷ് 14 വർഷം ബ്ലോക്ക് സെക്രട്ടറിയും അതുപോലെ തന്നെ 2 വർഷക്കാലമായി മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വരികയായിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ഗ്രൂപ്പ് പോര് പരിഹരിക്കാനാവാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലാണ് നേതൃത്വത്തോട് ഇടഞ്ഞ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ രാജി തുടരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രാദേശിക നേതാക്കൾക്ക് വളരെയധികം ഒരു റോള് വഹിക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള രാജിയും അതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഒരു രൂക്ഷ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ബൈസൺ വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്ത് പറമ്പിലിന്റെ രാജി. ഈ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു രാജിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഇല്ലാതെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോമസ് രാജി വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്. ഗ്രൂപ്പുകൾക്കൊപ്പം KC വേണുഗോപാൽ പക്ഷവും ഈ ഇടുക്കി ജില്ലയിൽ പിടിമുറുക്കാനുള്ള പടയോട്ടത്തിലാണെന്നും ഇദ്ദേഹം പറയുന്നു. DCC പ്രസിഡന്റുമായി ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ DCC പ്രസിഡന്റുമായി ഇദ്ദേഹം നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഈ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് വിളിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും തന്നെ നിന്നില്ല എന്നുള്ള ഒരു ആരോപണവും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്.